Mosaic India, a mirror to memorable musings. പേഷ്യന്റിനോട് പുള്ളി ചോദിച്ചു എങ്ങനെയാ പോകുന്നു ചോദിച്ചു. പുള്ളി ആ പേഷ്യന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പിന്നെ വീടിന്റെ പുറകിലോട്ട് പോയി ഒരു സൈക്കിൾ കാണിച്ചു കൊടുത്തു. ഇത് ചവിട്ടിയാ പോകുന്നു. പുള്ളി he was convinced. പുള്ളി ചോദിച്ചേ ഇല്ല, പുള്ളി വീണ്ടും പോകുന്നില്ല. പുള്ളി അന്ന് ഡോക്ടർ എന്നല്ല വിളി, നേമാനെ ഏമാ ഞങ്ങളോട് ഇത്ര നാളായിട്ട് മുഖം വെച്ചത് വാക്ക് പറഞ്ഞിട്ടില്ല. അവിടെ എഴുതാനിരിക്കുന്ന ആ സാറ് വളരെ മോശമായിട്ട് പെരുമാറുന്നു. അതെന്നെ ഒത്തിരി ഹാർട്ട് ചെയ്തു. പേഷ്യൻ്റെ സാമ്പത്തിക നിലയും സാമൂഹിക നിലയെ പറ്റിയൊക്കെ ഹിസ്റ്ററി എടുക്കും. അപ്പം പുള്ളി ആഹാരം കഴിച്ചില്ലെങ്കിൽ അത് ഞങ്ങളുടെ ബാധ്യതയായിട്ടാണ് അതിയാവത് കണ്ണ് കണക്ക് കൂട്ടിയത്. നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്, ഡോക്ടർ കുര്യൻ ഉമ്മൻ. കേരളത്തിലെ അറിയപ്പെടുന്നൊരു പൾമണോളജിസ്റ്റാണ്. അദ്ദേഹം കോഴഞ്ചേരി പമ്പയാറിൻ്റെ തീരത്തുള്ള കീഴുകര എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ലോകാരോഗ്യ സംഘടനയുടെയും ഒക്കെ അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഡോക്ടർ കുര്യൻ ഉമ്മൻ കഴിഞ്ഞ 4 ദശാബ്ദമായി ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിത്വമാണ്. 1994 ലോകാരോഗ്യ സംഘടന WHO ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള RNTCP പ്രോഗ്രാം കേരളത്തിലെ പത്തനംതിട്ട ജില്ലയായിരുന്നു പൈലറ്റ് പ്രോജക്റ്റായിട്ട് ലോഞ്ച് ചെയ്തത്. ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിൽ പത്തനംതിട്ട ജില്ല WHO പ്രത്യേക പ്രശംസ നേടി. WHO കേന്ദ്ര ഗവൺമെൻറ്റും ഇന്ത്യയിലുടനീളം പത്തനംതിട്ട മോഡൽ RNTCP പ്രോഗ്രാം ലോഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും അങ്ങനെ ലോഞ്ച് ചെയ്യുകയും ഉണ്ടായി. കേരളത്തിലെ ആരോഗ്യരംഗത്ത്, പ്രത്യേകിച്ച് ക്ഷയരോഗ നിർമ്മാർജ്ജന രംഗത്ത് ലാൻഡ്മാർക്കായിട്ടുള്ളൊരു ഇവൻ്റായിരുന്നു അത്. അതിൻ്റെ നേതൃത്വം നൽകിയ ആളാണ് ഡോക്ടർ കുര്യൻ ഉമ്മൻ. അദ്ദേഹം ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളാണ്. എങ്ങനെയാണ് ഇത്രയും ഭംഗിയായി ഈ പ്രോഗ്രാമൊക്കെ ലോഞ്ച് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്? അദ്ദേഹത്തിൻ്റെ അനുഭവം നമ്മളുമായിട്ട് നിന്ന് പങ്കുവയ്ക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ മൊസൈക്ക് ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ എങ്ങനെയാണ് ഈ മെഡിക്കൽ രംഗത്തേക്ക് വരാൻ? ചെറുപ്പം മുതലേ മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഇതില്ല കാര്യമല്ല. പണ്ട് കാലത്ത് നമ്മൾ പഠിക്കുന്നു, ഡിഗ്രി എടുക്കുന്നു, ഒരു ജോലി സമ്പാദിക്കുന്നു. അല്ലാതെ പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷനിലൂടെ എനിക്ക് താല്പര്യക്കേടോ ഉണ്ടായിരുന്നില്ല. നമ്മൾ പഠിച്ചു, പാസ്സായി. BSc കഴിഞ്ഞിട്ടാണ് ഞാൻ MBBS ചെയ്യുന്നത്. BSc കഴിഞ്ഞപ്പം അപ്ലൈ ചെയ്തു, കിട്ടി. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അന്ന് കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളില്ല, 4 മെഡിക്കൽ കോളേജുകളേ ഉള്ളൂ കേരളത്തില്. അന്ന് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സെലക്ഷൻ. എൻട്രൻസ് എക്സാം ഇല്ല. മെഡിക്കൽ കോളേജുകളും വളരെ കുറവാണ്. 4 മെഡിക്കൽ കോളേജ് അന്ന് ഗവൺമെന്റ് കോളേജുകൾ മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ. യാദൃച്ഛികമായിട്ട് മെഡിക്കൽ പ്രൊഫഷനിൽ വന്ന ആളാണ്. നിശ്ചയമായിട്ടും എനിക്ക് കിട്ടിയ ജോലി ഇത് മെഡിക്കൽ പ്രൊഫഷനാണ്. നിശ്ചയമായിട്ട് നിയോഗമായിട്ട് ഞാൻ കിട്ടും. അത് ഞാൻ നോബിളായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഫിസിക്സ് ആയിരുന്നു ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയം? ഫിസിക്സ് ആയിരുന്നു. ആക്ച്വലി ഞാൻ ഫിസിക്സ് എടുത്തത്. എനിക്ക് വലിയ താല്പര്യമുള്ള വിഷയമാണ് ഫിസിക്സ്. ഞാൻ ചോദിച്ചുകൊണ്ട് പറയാണ്, ഞാൻ കോളേജിൽ MScക്ക് പോയി ജോയിൻ ചെയ്തു. ഒരു മാസം ഞാൻ MSc പഠിക്കുകയും ചെയ്തതാണ്. നേരമാണ് ഇതിന്റെ സെലക്ഷൻ വന്നത്. അങ്ങനെയാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയി ജോയിൻ ചെയ്തത്. അന്നത്തെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസവും ഇപ്പോഴത്തെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസവും തമ്മിൽ ഡോക്ടർക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അന്ന് മെഡിക്കൽ അഡ്മിഷൻ കിട്ടുന്നതിനുള്ള പ്രയാസങ്ങൾ എല്ലാവർക്കും അറിയാം. നല്ല മാർക്ക് വേണം. രണ്ടാമത് മെഡിക്കൽ MBBS തന്നെ പാസ്സാകാനുള്ള വൈഷമ്യം ഭയങ്കരമാണ്. കാര്യം ഭയങ്കര ടഫ് കോഴ്സാണ്. ഫസ്റ്റ് MBBS തന്നെ ഒരു മാക്സിമം പാസ്സാകുന്ന 60%. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഞാൻ പഠിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻ്റെ അധ്യാപകരെ പറ്റിയാണ്. PGക്ക് പലയിടത്ത് പോയിട്ടുണ്ടെങ്കിലും എന്നെ അന്ന് ട്രിവാൻഡ്രത്ത് പഠിച്ച അധ്യാപകരുടെ ഒരു നിലവാരത്തിലേക്ക് ഒരു മേഖലയിലും ഞാൻ കണ്ടിട്ടില്ല. ആ അധ്യാപകരുടെ മികവും അവിടെ ഞങ്ങളെ എങ്ങനെ പഠിപ്പിച്ചു എന്നുള്ളതൊക്കെയാണ്. ഞങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവർ നിമിത്തം മാത്രമാണ്. അതുപോലെ പ്രഗത്ഭരായ, കേരളത്തിലെ തന്നെ അല്ല ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായ ഒരു ഫാക്കൽറ്റി, ഒരു അധ്യാപകരുടെ കീഴിൽ പഠിക്കാൻ പറ്റിയതാണ് എന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഡോക്ടർ മാത്യു നിശ്ചയമാണ്. ഡോക്ടർ പൈ സാറ് ഇപ്പം അതൊക്കെ മരിച്ചുപോയി. പൈ സാർ ഉണ്ടായിരുന്നു, മാത്യു റോയ് സാർ ഉണ്ടായിരുന്നു, PP ജോസഫ് സാർ ഉണ്ടായിരുന്നു. അതുപോലെ KV കൃഷ്ണദാസ് സാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. KV കൃഷ്ണദാസ് 90s റിയൽ ടീച്ചേഴ്സ്. നിങ്ങൾക്ക് അറിയാമല്ലോ, അന്നത്തെ കാലത്തെ മെഡിക്കൽ കോളേജിൽ വരുന്ന പേഷ്യൻസ് വളരെ സോഷ്യോ എക്കണോമിക്കലി വളരെ പാവങ്ങളായിരുന്നു. നമുക്കൊരു
സാമൂഹിക പ്രതിബദ്ധത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്. നമ്മൾ കാണുന്ന പേഷ്യൻസ് എല്ലാം ഒരു ഗതിയും ഇല്ലാത്ത 73-80 കാലഘട്ടങ്ങളിലാണ് ഞാൻ പഠിച്ചത്. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അല്ല, അവിടെ നീഡാണ്. നമ്മൾ എങ്ങനെ രോഗിയെ കാണണമെന്ന് ചിന്തിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് മുൻഗണന കൊടുക്കുന്നത്. അവിടെ യാതൊരു പാർഷ്യാലിറ്റിയും കാണിച്ചിട്ടില്ല. അത് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങൾ അധ്യാപകരാണ്. പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും, വിദ്യാഭ്യാസം ഉള്ളവനും വിദ്യാഭ്യാസം ഇല്ല, അങ്ങനെ ഒരു പാർഷ്യാലിറ്റി അന്നില്ലായിരുന്നു. ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ അധ്യാപകരുടെ ആ കാഴ്ചപ്പാട് തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അല്ലാതെ ഞങ്ങൾ ഡെഡിക്കേഷനാണ്. പിന്നെ അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ അന്ന് ഡെലിവറി സമയത്ത് സിസിയൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഞങ്ങളാണ്. അന്നത്തെ കാലത്ത് ബ്ലഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യർ കാണത്തില്ല, ബന്ധുക്കൾ പോലും അവിടുന്ന് രക്ഷപ്പെടും. സ്ത്രീയുടെ ഹസ്ബൻഡിനെ പോലും അമ്മയോ അപ്പനോ അങ്ങ് മാറ്റും. ഞാൻ തന്നെ എത്രയോ പ്രാവശ്യം ബ്ലഡ് കൊടുക്കേണ്ടി വന്നിട്ട് ഞങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല. ഇപ്പോഴത്തെ പോലെ ഹൈടെക് ടെക്നോളജി അന്നില്ല. അന്ന് പഠിക്കുന്നത് പൾസ് നോക്കുന്നു, ആ ലെവലിലാണ്. നമ്മൾ എങ്ങനെ പൾസ് നോക്കുന്നു, നമ്മുടെ റെസ്പിറേഷൻ നോക്കുന്നു, ബ്ലഡ് നോക്കുന്നു, അതെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്ലഡ് നോക്കുന്നതൊക്കെ ഞങ്ങൾ തന്നെയാണ്. പേഷ്യന്റെ ബ്ലഡ് എടുക്കുക, ഞങ്ങൾ തന്നെ ലാബിൽ പോയി ഫിസിക്കൽ കോണ്ടാക്ട്, ടച്ച്, പേഷ്യന്റെ തൊട്ടുകൊണ്ടുള്ള ടച്ച് കൊണ്ട്. ഇപ്പം അത് ഞാൻ കൂടുതൽ കാണുന്നത്. നമ്മളിപ്പം ഈ ടെക്നോളജി വളർന്ന സ്ഥിതിക്ക് നമുക്ക് പേഷ്യന്റിന് BP പോലും എടുക്കേണ്ട കാര്യങ്ങളില്ല. പേഷ്യന്റെ സാമ്പത്തിക നിലയും സാമൂഹിക നിലയെ പറ്റിയൊക്കെ ഹിസ്റ്ററി എടുക്കും. അപ്പം പുള്ളി ആഹാരം കഴിച്ചില്ലെങ്കിൽ അത് ഞങ്ങളുടെ ബാധ്യതയായിട്ടാണ് അധ്യാപകർ അന്ന് കണക്ക് കൂട്ടിയത്. അപ്പം പട്ടിണി അവൻ ആഹാരം കൊടുക്കുമെങ്കിലും അതുകൂടെ ഞങ്ങൾ നോക്കേണ്ട ചിലപ്പോൾ ബാധ്യത ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പം നമ്മൾ കൂടുതൽ പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് ക്ലോസ് ആകുന്നുണ്ട്. നമ്മളെ ഒരാളായിട്ട് അവരെ കൂട്ടുകയും അവർ സുഖമായി പോകേണ്ടയും അവർ ആഹാരം കഴിക്കേണ്ടതും ഒക്കെ ഞങ്ങളുടെ കടമയായിട്ട് കൂട്ടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിൻ്റെ. ഞങ്ങളിപ്പോൾ എല്ലാ വർഷവും ഇപ്പം കൂടെ 2-3 വർഷം കൂടി ഇരിക്കുമ്പോഴേലും ഞങ്ങളിത് ഗെറ്റ് ടുഗദർ കൂടുന്നുണ്ട്. ഞങ്ങളെ പഴയ ബാച്ച് ഞങ്ങളിപ്പം ജോയിൻ ചെയ്തിട്ട് 50 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂടിയിട്ടുണ്ട്. സമൂഹത്തിൻ്റെ വളരെ വളരെ ലെവലിലോട്ട് വന്ന പല ആൾക്കാരുമുണ്ട്. എല്ലാ ലെവലിലോട്ടും വന്ന ആൾക്കാർ അവിടെ സ്പെഷ്യാലിറ്റിയിൽ, എല്ലാ സ്പെഷ്യാലിറ്റിയിലും ടോപ്പായിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ടോപ്പായിട്ടുള്ള പല വ്യക്തികളുണ്ട്. വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഉണ്ട്, ഇപ്പൊ ഇല്ല. അച്ഛന് എസ്റ്റേറ്റിലായിരുന്നു, നല്ലൊരു കർഷകനായിട്ട് ജീവിച്ചു. അമ്മ ഹൈസ്കൂളിലെ മലയാളം ടീച്ചറായിരുന്നു. നാട്ടിൽ അന്നൊക്കെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ വലിയ റെസ്പെക്ട് ഉണ്ട്. നിശ്ചയമായിട്ട് അന്നത്തെ കാലത്ത് ഡോക്ടർമാരില്ലല്ലോ. അധികം പേരൊന്നും ഒരു നാട്ടിൽ നിന്ന് കിട്ടത്തില്ലല്ലോ. അത് ശ്രമിക്കാറില്ല. അത് കിട്ടുന്നത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ദൈവാധീന നിയോഗം കൊണ്ട് കിട്ടുന്നു പോകുന്നു. എല്ലാ മേഖലയിലും ഒരു ഡോക്ടർ പഠിക്കുന്നു എന്ന് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമ്മളുള്ളൊരു ബഹുമാനം, നാട്ടിൽ കിട്ടുന്ന നമ്മുടെ റെസ്പെക്റ്റും സ്നേഹവും. നാട്ടിലൊക്കെ ആളുകൾ വരിയായി ക്യൂ നിൽക്കുമായിരുന്നു ഡോക്ടറെ കാണാൻ. എഴുന്നേറ്റ് വരുമ്പോൾ പക്ഷേ അതിലൊരു എനിക്കത് അവരുടെ സപ്പോർട്ട് നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഫാമിലിയൊക്കെ ഒരു ഈർഷയില്ലാതെ അവരെയൊക്കെ അപ്പച്ചൻ നല്ലൊരു ഹോസ്റ്റായിരുന്നു. പുള്ളി എല്ലാവരെയും കൂട്ടി ഇരുത്തി അവരെ സൽക്കരിക്കുകയും അങ്ങനെ കൊടുക്കാൻ പഠിപ്പിച്ച എൻ്റെ അമ്മയെ. അന്നത്തെ കാലത്ത് അധികം ഡോക്ടർമാരില്ലാത്ത സ്ഥിതിക്ക് നമ്മളെ കാണും, നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നത് തന്നെ വലിയ കാര്യമില്ല. ഞാൻ PG പോകുന്ന മുമ്പേ മാരേജ് കഴിഞ്ഞു. വൈഫ് ഡോക്ടർ സൂസൻ, പുള്ളിക്കാരി അന്ന് തിരുവല്ല മെഡിക്കൽ മിഷനിൽ ഗൈനക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞപ്പം തന്നെ എനിക്ക് അടുത്ത് തന്നെ എനിക്ക് PG കിട്ടി. അന്ന് ചെസ്റ്റ് ആൻഡ് TB അറിയപ്പെടുന്നത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗുജറാത്തിലെ വിജയ് മെഡിക്കൽ കോളേജ്. എന്താണ് ഡോക്ടർ ഈ ചെസ്റ്റ് ആൻഡ് TB ഇഷ്ടപ്പെടാൻ കാരണം? എനിക്ക് മെഡിക്കൽ പ്രൊഫഷൻ ഇഷ്ടമായിരുന്നു. സർജിക്കൽ സ്പെഷ്യാലിറ്റിയിലോട്ട് ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നില്ലായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് തിരുവല്ലയിലെ GK ഹോസ്പിറ്റലിന് കൊച്ചിയുടെ ആശുപത്രിയിൽ ഞാൻ 6 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അന്ന് എനിക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടിയ അവിടെ വെച്ച് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് തിരുവല്ലയിലെ പ്രഗത്ഭരായ 3 ഫിസിഷ്യൻസേ ഉള്ളായിരുന്നു. ഡോക്ടർ തോമസ് കുരുവിള, ഡോക്ടർ PK ബെഞ്ചമിൻ, ഡോക്ടർ J ജേക്കബ്. തോമസ് കുരുവിളയുടെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് ഞാൻ കൂട്ടുന്നു. കാര്യം ഇറ്റ്സ് എ ഗുഡ് അക്കാഡമിക് മനുഷ്യൻ, അതുപോലെ തന്നെ നോളജ് ഉള്ള മനുഷ്യൻ. പ്രിസ്ക്രിപ്ഷൻ ഹാബിറ്റുകൾ വളരെ കൃത്യമായിട്ട് വലിയൊരു പ്രോഡക്റ്റ്. ഡോക്ടറുടെ ക്വാളിറ്റി ഞാൻ കണ്ടുപിടിച്ച അദ്ദേഹത്തിൽ നിന്നാണ്. മെഡിസിൻ എഴുതുന്നത് തന്നെ ആവശ്യമുള്ള മെഡിസിൻ മാത്രം, ദാറ്റ് ടു ആപ്റ്റ് മെഡിസിൻ എഴുതുന്നത്. ആ ഹാബിറ്റ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. പഠിച്ചതല്ലേ. പിന്നെ അഫോർഡബിലിറ്റി. ഒരു പേഷ്യന്റ് മെഡിസിൻ എഴുതുമ്പോൾ അത് അഫോർഡബിൾ ആണെന്ന് നമ്മൾ നോക്കണം. ഇപ്പോഴും ഞാൻ ഫസ്റ്റ് നോക്കുന്നത് അഫോർഡബിലിറ്റിയാണ്. സെക്കൻഡ് ഷുഡ് ബി അക്സെപ്റ്റബിൾ ടു ദ പേഷ്യന്റ്. പേഷ്യന്റ് അക്സെപ്റ്റബിൾ ആയിരിക്കണം. ആൻഡ് തേർഡ് ഈസ് അഫോർഡബിൾ ടു ദ പേഷ്യന്റ് ആൻഡ് അക്കൗണ്ടബിൾ ടു. ഈ 4 തന്നെ വേണം. തോമസ് കുരുവിളയുടെ ഫാദറുണ്ട് ജോർജ് കുരുവിള, ഈ സ്കൂളിന്റെ അപ്പച്ചാന്ന് ഞങ്ങൾ വിളിക്കുന്നത്. കൊച്ചു ബേബി, വലിയ ബേബി, പുള്ളിയുടെ കസിനാണ് വലിയ ബേബി. വലിയയുടെ ആശുപത്രിയാണ് TMM ഹോസ്പിറ്റൽ. ആ വലിയയുടെ ആശുപത്രിയാണ് പിന്നെ ബ്രദർ മിഷൻ വിട്ടുകൊടുത്ത് അതിപ്പോൾ ഈ മിഷൻ ഹോസ്പിറ്റലായത്. അപ്പം കൊച്ചിയുടെ ആശുപത്രി, വലിയയുടെ ആശുപത്രി പിന്നെ മെഡിക്കൽ മിഷനായി, കൊച്ചിയുടെ ആശുപത്രി അന്ന് ഈ പാവങ്ങൾക്ക് വേണ്ടിയുള്ളൊരു അത്താണിയായിരുന്നു GK ഹോസ്പിറ്റൽ. ഡോക്ടർ കുര്യൻ ഉമ്മൻ ഒരു പോപ്പുലർ ഡോക്ടറായിട്ടാണ് അറിയപ്പെടുന്നത്.
ഈ പോപ്പുലർ ഡോക്ടർ ആവാൻ അങ്ങേക്ക് കഴിഞ്ഞത് അവിടെ നിന്നുള്ള അനുഭവ സമ്പത്തായിരിക്കും അല്ലേ? നിശ്ചയമായിട്ടും ഞാൻ സമൂഹത്തിൽ കൂടെ സഞ്ചരിച്ച വ്യക്തിയാണ്. ഞാൻ കഴിവതും നടന്നും ബസ്സിലും യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എന്നെ പറ്റിയുള്ള ഫീഡ്ബാക്ക് എനിക്ക് അന്ന് തന്നെ കിട്ടുമായിരുന്നു. നമ്മൾ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പം സമൂഹം നമ്മളെ എങ്ങനെ കാണുന്നു അത് വെച്ച് നമ്മൾ നീങ്ങണം, നമ്മൾ കറക്റ്റ് ചെയ്യണം. നമ്മുടെ ഭാഗത്തുനിന്ന് വല്ലതും വീഴ്ചകളോ നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ശരിയായിട്ട് നോക്കുന്നില്ലെങ്കിൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സമൂഹത്തിന്റെ ആൾക്കാർ. അപ്പം അത് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ രക്ഷപ്പെടും, സമൂഹം രക്ഷപ്പെടും, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടും. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ടതാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം മിഡിൽ ക്ലാസ്സിനൊക്കെ ലോ മിഡിൽ ക്ലാസ്സും ഒരു ഗതിയില്ലാത്ത ആൾക്കാരാണ്. അതൊക്കെ ഈ ലെവലിൽ വന്നു എന്നുള്ളത്. അപ്പം എനിക്ക് എൻ്റെ ചിന്താഗതി മോൾഡ് ചെയ്ത എൻ്റെ ഫ്രണ്ട്ഷിപ്പാണ്. എല്ലാവരും അവരുടെ ബന്ധപ്പാടുകളും കഷ്ടപ്പാടുകളും വീട്ടിലെ സാമൂഹിക സാമ്പത്തിക നിലയെ പറ്റി ഞങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു കുറവായിട്ട് ആരും കൂടില്ല. കാലത്തെ സോഷ്യൽ ലൈഫും അങ്ങനെയായിരുന്നു സോഷ്യൽ ലൈഫ്. ഡോക്ടർ പിന്നെ എന്താണ് ഈ ഗവൺമെന്റ് സർവീസിലേക്ക് വരുന്നത്? ഞാൻ 90കളിലാണ്. എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ഇടുക്കിയിലായിരുന്നു. ഇടുക്കിയിൽ എന്ന് പറഞ്ഞാൽ ചക്കവളം എന്ന സ്ഥലത്താണ്. കുമളിയിൽ നിന്ന് 8 മൈൽ എന്ന് പറയും, 12 കിലോമീറ്റർ അകലെയാണ്. അന്ന് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ പബ്ലിക് ഫിഗർ ആണെന്ന്. അപ്പോൾ ചക്കവള്ളം പഞ്ചായത്തിലെ ഞാനൊരു പ്രമുഖ വ്യക്തിയായിട്ട് തന്നെയാണ് ചെന്നത്. ഇടുക്കിയിലെ റിമോട്ട് ഏരിയയിൽ അവിടെ ഡോക്ടർമാർ ചെല്ലാത്ത സ്ഥലത്ത് നമ്മളവിടെ ചെല്ലുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും വന്ന് നമ്മളെ സ്വീകരിക്കുന്ന കാര്യം, നമ്മളെ താമസിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടാക്കി തരുന്ന കാര്യം. ആ പഞ്ചായത്തിലെ ഒരുപക്ഷെ ഏക ഡോക്ടർ അവിടുത്തെ വലിയ ഡോക്ടർമാരുണ്ട്. പക്ഷെ നമ്മളവിടുത്തെ ഞാനാണ് പിന്നെ അവിടുത്തെ ഡോക്ടർ ആൻസബിള് എല്ലാത്തിനും. അപ്പോൾ അവിടെ ഒരു ഡയറിയ വന്നു അല്ലെങ്കിൽ പനി പടർന്നു പിടിച്ചു, അതൊക്കെ നമ്മൾ ആൻസബിളാണ്. നമ്മൾ ആ സ്ഥലത്ത് പോകണം, അവിടെ പോയിട്ട് അവന് ആക്ഷൻ എടുക്കണം. നമ്മുടെ സ്റ്റാഫുണ്ട്, നമുക്ക് ഫീൽഡ് സ്റ്റാഫുണ്ട്. അപ്പം എല്ലാ കഥയും നമ്മൾ ആക്ഷൻ. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ വാഹനം ചെല്ലാത്ത സ്ഥലങ്ങൾ പോലും ഉണ്ട്. അപ്പം നമുക്ക് ജീപ്പ് തരും, നമുക്ക് അവിടെ പോകേണ്ടിയിരിക്കണം. പിന്നെ നമുക്ക് അന്നത്തെ കാലത്ത് ഏറ്റവും നമ്മളെ ഇത് മറ്റേ ചൈൽഡ് ഹെൽത്ത് ആണ്. നമ്മൾ ഏറ്റവും പോകുന്നത് ചൈൽഡ് ഹെൽത്ത് ആണ് നമ്മൾ കൂടുതൽ. എസ്പെഷ്യലി ഇമ്മ്യൂണൈസേഷൻ്റെ ഫുൾ ചാർജ് എല്ലാ ഇമ്മ്യൂണൈസേഷനും വരും. പിന്നെ മെറ്റേണൽ ഹെൽത്ത്, അവർക്ക് ഈ എല്ലാ പിന്നെ പ്രഗ്നന്റ് ലേഡീസിന് നമുക്ക് അതിൻ്റെ ഗുളികൾ കൊടുക്കണം, അയൺ ഗുളികൾ കൊടുക്കണം. പിന്നെ പ്രസവം കഴിഞ്ഞാലും അവർക്ക് PPS വന്നിട്ട് പോസ്റ്റ് പാർട്ടം സ്റ്റെറിലൈസേഷൻ. അപ്പം അത് നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് അവർ. നമ്മൾ ചില ക്യാമ്പ് നടത്തി നമ്മൾ ഈ PPS, വാസക്ടമി, മെയിൽസിന് വാസക്ടമി ഒക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് തരുക, ഞങ്ങളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ റിമോട്ട് ഏറിയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് പിന്നെ അടുത്ത ഇടുക്കിയിൽ നിന്ന് ഞാൻ കല്ലൂപ്പാറ വന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നു. അവിടെ 2 വർഷത്തോളം ഇരുന്നു. 94 സെപ്റ്റംബർ മാസം തന്നെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലുള്ള TB സെന്ററിലേക്ക് എനിക്ക് പോസ്റ്റിംഗ് കിട്ടി. അങ്ങനെയാണോ TB ഓഫീസ് അങ്ങനെ വന്നത്? അന്ന് ഈ സ്പെഷ്യാലിറ്റി വളരെ കുറവാണ്. ഞങ്ങളെ 2 പേരെ കണ്ടേ ഉള്ളൂ അന്ന് ജില്ലയിൽ 2 പേരേ ഉള്ളൂ ഈ സ്പെഷ്യാലിറ്റി ഉള്ളത്, ചെസ്റ്റ് ഫിസിഷ്യൻസ് എന്ന് പറഞ്ഞാൽ. അന്ന് അങ്ങനെയാണ് അവർ ഈ സ്പെഷ്യാലിറ്റി കണ്ടുപിടിച്ചിട്ടാണ് അവരെന്നെ അവിടുന്ന് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലുള്ള TB സെന്ററിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ RNTCP ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞം തുടങ്ങിയിട്ടില്ല. ഞാൻ ജോയിൻ ചെയ്തത് 1994 സെപ്റ്റംബറിലാണ്. ഒക്ടോബർ 2 ഇത് തുടങ്ങിയത്. അപ്പൊ അതിനു വേണ്ടി കൂടെ ആകാം എന്നെ കൊണ്ടുവന്ന അവിടെ അവര് പൈപ്പ് ലൈനിലുണ്ടായിരുന്നു. അന്ന് NDP ആയിരുന്നു, ദാറ്റ് ഇസ് നാഷണൽ TB പ്രോഗ്രാം ആയിരുന്നു. 1962 മുതൽ NDP ഉണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് NDP സ്റ്റാർട്ട് ചെയ്തു. കാരണം എനിക്ക് തോന്നുന്നു നെഹ്റുവിന്റെ വൈഫിന് TB ആയിരുന്നു. അന്ന് ചികിത്സയൊക്കെ വളരെ കുറവാണ്. ആക്ച്വലി പിന്നെ ഷീ ഡൈഡ് ഓഫ് ട്യൂബർകുലോസിസ്. നെഹ്റുവിന്റെ വൈഫ് കമലാ നെഹ്റു മരിച്ചിട്ട്. അങ്ങനെ ആയിരിക്കാൻ 1962 TB പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത്, NDP നാഷണൽ TB പ്രോഗ്രാം. അതിന് നെഹ്റുവിനെ അഡ്വൈസ് ചെയ്ത അഡ്വൈസർ വാസ് ഫ്രം കേരളത്തുകാരനായിരുന്നു. പുള്ളി കോഴഞ്ചേരിക്കാരനായിരുന്നു, ഡോക്ടർ PV ബെഞ്ചമിൻ. NDP വാസ് എ ടോട്ടൽ ഫെയിലിയർ. ഒരു 30% ആൾക്കാരെ അതിൻ്റെ അകത്ത് അവർ മെഡിസിൻ കഴിക്കുന്നുള്ളൂ, സുഖപ്പെടുന്നുള്ളൂ. ഫെയിലിയർ കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് മെഡിസിൻ്റെ അവൈലബിലിറ്റി ആയിരിക്കാം. അന്ന് മെഡിസിൻ അവൈലബിൾ അല്ല. പിന്നെ അപ്രോച്ചബിലിറ്റി ഇല്ലായിരുന്നു. കാര്യം അന്ന് TB ഉണ്ടെങ്കിൽ പേഷ്യൻസ് എല്ലാം ഡിസ്ട്രിക്ട് TB സെന്ററിൽ വേണം മെഡിസിൻ മേടിക്കാൻ. സെൻട്രലൈസ്ഡ് പ്രോഗ്രാം ആയിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ചികിത്സ ലഭ്യത കുറവ്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരിലാണെന്നുള്ളത്. സാമൂഹികവും സാമ്പത്തികവുമായിട്ട് വളരെ പിന്നോക്ക നിലയിൽ വരുന്ന ആൾക്കാരിലാണ് ക്ഷയരോഗം ഉണ്ടാകുന്നതെന്നുള്ളൊരു ധാരണ ഉണ്ടാകുന്നു. ആ സ്റ്റിഗ്മ ഉണ്ട്. പിന്നെ പകർച്ചവ്യാധിയാണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ 6 മാസം കൊണ്ട് കംപ്ലീറ്റ് സുഖമാവുന്ന ഒരു അസുഖം, അതിന് നമ്മൾ ഈ നിലയിൽ കാണുന്നു. അതേ സമയത്ത് ജീവിതകാലത്ത് നമ്മൾ സുഖപ്പെടുത്താത്ത അസുഖങ്ങളാണ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ. അത് കൺട്രോൾ ചെയ്യാനേ ഒക്കത്തുള്ളൂ. 6 മാസം കൊണ്ട് ചികിത്സിച്ച് സുഖമാകുന്ന അസുഖം TB, അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു? ആക്ച്വലി അതിൻ്റെ ഒരു വീഴ്ച നമ്മൾ തന്നെ ഏറ്റെടുത്തലേ ഒക്കത്തുള്ളൂ. നമ്മുടെ അതിൻ്റെ ഹെൽത്ത് സിസ്റ്റം തന്നെ ആയിരിക്കും
അതിന് കൂടുതൽ അവയർനെസ് കൊടുക്കാത്തത് കൊണ്ടും അതിനെപ്പറ്റിയുള്ള പ്രചരിപ്പിക്കുക കൊണ്ടും തന്നെ ആകാം പേഷ്യൻറ്റിനുള്ള ഭീതിയുണ്ട്. പിന്നെ ആ സ്റ്റിഗ്മയും കിടപ്പുണ്ട്. ഇത് ക്ഷയരോഗമാണെന്ന് വെളി പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഡോക്ടർ എത്ര വർഷം ഉണ്ടായിരുന്നു TB എറാഡിക്കേഷൻ പ്രോഗ്രാം? അത് ഞാൻ 94 മുതൽ 2006 വരെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു. 94 വന്നപ്പോഴേ ഈ WHO NDP RDCP പ്രോഗ്രാം തുടങ്ങിയപ്പോഴേ നോബഡി നോസ് എന്തുവാ സംഭവിക്കാന്ന് അറിയത്തില്ല. മെഡിസിൻ ഇല്ല, ഫണ്ടിങ് ഇല്ല. അന്നും സ്റ്റേറ്റ് ഗവൺമെന്റ് ആ ഫണ്ട് തരേണ്ടതേ. അങ്ങനെ 5 ജില്ലയിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു ഇന്ത്യയിൽ. സൗത്ത് ഇന്ത്യയിൽ കേരളം മാത്രമേ ഉള്ളൂ. സൗത്ത് ഇന്ത്യയിൽ മറ്റേ നമുക്ക് ഡൽഹി ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, പിന്നെ കേരളം. അപ്പൊ നമ്മൾ കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പിന്നെ മറ്റേ കർണാടക ഇതെല്ലാം കൂടെ ഒരു സ്റ്റേറ്റിന് കൊടുത്തു, ഒരു ജില്ലയെ കൊടുത്തു. അപ്പൊ ഈ 4 സ്റ്റേറ്റിനും കൂടെ നമുക്ക് 18 വെച്ചേക്കുന്നത്. അപ്പം ആ ഫോക്കസ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഈ 4 സ്റ്റേറ്റിലെയും പേഷ്യൻസ് ഇവിടെ വരുമായിരുന്നു? ഇല്ലില്ല, പേഷ്യൻസ് വരത്തില്ല. പേഷ്യൻസ് നമ്മുടെ ജില്ലയിലേ ഉള്ളൂ. പൈലറ്റ് പ്രോജക്റ്റ് ഇല്ല. അപ്പൊ നമ്മൾ സ്റ്റഡി നടത്താൻ വേണ്ടിയാണ് പൈലറ്റ് പ്രോജക്റ്റ് സ്റ്റഡി. പക്ഷെ അങ്ങനെയല്ല. പക്ഷേ ബാക്കിയുള്ളവരുടെ ഇൻവോൾവ്മെന്റ് ഇപ്പം നമ്മൾ WHO മുതൽ WHO വരും. പിന്നെ CTD TB സെൻട്രൽ, സെൻട്രൽ TB ഡിവിഷൻ, അത് സെൻട്രൽ ഗവൺമെന്റ്. പിന്നെ ഉള്ളത് നമ്മൾ NTA നാഷണൽ ട്യൂബർക്ലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് TB സെന്ററിൽ നിന്ന് വരും, DHS വരും, DMO വരും. ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് റിപ്പോർട്ട് കൊടുക്കണം. അപ്പൊ ഇവരെ എല്ലാ ആൾക്കാരും വരും. WHO വരും, ഡൽഹിയിൽ വരും. ഇതിനിടയ്ക്ക് ഒരു സംശയം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പത്തനംതിട്ട ഇതിന് തിരഞ്ഞെടുക്കാൻ കാരണം? അത് ഇപ്പോഴും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ അല്ലല്ല, അത് ഈ പൈലറ്റ് സ്റ്റഡി ആകുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അത് ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്ന ഒരു ജില്ല പത്തനംതിട്ടയാണെന്ന് അത് എടുത്ത് കാണും. പിന്നെ പോളിയോ ഇറാഡിക്കേഷനിൽ ഫസ്റ്റ് വന്ന പത്തനംതിട്ട ജില്ലയായിരുന്നു. പോളിയോ നാഷണൽ ലെവലിൽ പോളിയോ ഇറാഡിക്കേഷനിൽ ഫസ്റ്റ് വന്ന്. അപ്പൊ അതുകൊണ്ടാകാം ഇത് പത്തനംതിട്ട എടുത്ത്. കാര്യം ലിറ്ററസി കൂടുതലാണ്, പിന്നെ എക്കണോമിക് സ്റ്റാറ്റസ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ടായിരിക്കാം. ഇനി ഐ ഡോണ്ട് നോ എന്തുകൊണ്ടായി പത്തനംതിട്ട എടുത്തെന്ന് എനിക്കറിയില്ല. അതെടുത്ത് ഒത്തിരി ക്രൈറ്റീരിയ കാണുമായിരിക്കും. പക്ഷെ തന്നെയല്ലേ ഇതെടുക്കാൻ ആർക്കും വില്ലിങ്ങും ആയിരിക്കത്തില്ലല്ലോ ഇതുപോലുള്ള ഒരു ടാസ്ക് എടുക്കാനേ. RDCP വന്നപ്പോഴല്ലേ ഓർഗനൈസ്ഡ് ലെവലിൽ വന്നത്. എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ആർക്കെല്ലാം കൊടുക്കണം എന്നൊക്കെ വന്നത് ഈ RDCP വന്നേ പിന്നാണ്. നമ്മളൊരു ഹെൽത്ത് സിസ്റ്റത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമാണ് RDCP കൊണ്ടുവന്നത്. പണ്ട് പേഷ്യൻസ് വന്ന് മെഡിസിൻ മേടിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പേഷ്യന്റിനെ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ മെഡിസിൻ അങ്ങോട്ട് ചെല്ലുന്നു. അവർക്ക് മെഡിസിൻ കൊണ്ടു കൊടുക്കുന്നു. അവർ 2 ദിവസം മുടക്കി അവർ വീട്ടിൽ ചെല്ലുന്നു. എന്താ ആ പ്രശ്നം എന്ന് മനസ്സിലാക്കുന്നു. അവരെ തിരിച്ച് മുഖ്യധാരയെ കൊണ്ടുവരുന്നു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു മോഡസ് എന്ന് പറഞ്ഞാലേ, ഞാനിപ്പം DTO ആയപ്പം ഞാൻ അവിടെ ജില്ലയുടെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ജില്ലാ ഓഫീസറായിരുന്നു 41ാമത്തെ വയസ്സിൽ. അന്ന് എല്ലാവരും ഇൻവോൾവാണ്. ജില്ലാ കളക്ടർ മുതൽ ഇതിനകത്ത് ഇൻവോൾവ്. ജില്ലാ കളക്ടർ, DMO കാര്യം ഈസ് എ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണ്. ഇപ്പം കളക്ടർ പോലും എല്ലാ മാസവും കോൺഫറൻസ് പോകുമ്പോൾ അവിടെ ചോദിക്കും RDCP എങ്ങനെയായി, അതിൻ്റെ റിപ്പോർട്ട് ചോദിക്കുക. അപ്പം പൈലറ്റ് സ്റ്റഡി ആയതുകൊണ്ട് അപ്പം അവരൊക്കെ ഒത്തിരി കോപ്പറേഷൻ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റല്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല്, താലൂക്ക് ഹോസ്പിറ്റല്, PSC, CSC എല്ലാം കൂടെ ചേർന്ന് ഞങ്ങളെ 110 ഡോക്ടേഴ്സേ ഉള്ളൂ. ഇപ്പം അതിന് ഡബിൾ ഉണ്ട്. എനിക്ക് 240 300 ഉണ്ട്. ഈ 110 പേർക്കും ട്രെയിനിങ് കൊടുക്കണം, അവരെ നമുക്ക് മോൾഡ് ചെയ്യണം. പക്ഷേ ഇത് 80% എന്നെക്കാട്ട് സീരിയസ് ആണ്. പക്ഷെ ഇതെല്ലാം എന്നോട് പോയി സ്നേഹവും എന്നെ കോപ്പറേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇതിന് WHO അങ്ങനെ ഓണർ ചെയ്ത ആളാണ് ഡോക്ടർ അല്ലേ? ഇപ്പോഴും WHO ഇതിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ടോ? ഈ RDCPയുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഇപ്പോഴും എന്നെ അതിൽ പങ്കെടുക്കാറുണ്ട്. ഇപ്പം പെൻഷനായിട്ട് 10-15 വർഷമായിട്ടുണ്ടെങ്കിലും എല്ലാ മീറ്റിങ്ങിലും എന്നെ എസ്പെഷ്യലി TB സെൻ്ററിൽ നിന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റിൽ നിന്നും വിളിക്കാറുണ്ട്. WHO നമ്മൾ ഇതിൻ്റെ അകത്ത് എല്ലാ പ്രോഗ്രാമിലും നമ്മളെ ഇൻവോൾവ് ആക്കിയിട്ടുണ്ട്. ഇപ്പം RDCP അല്ല, ഇപ്പം NDEP ആണ്. ഇപ്പം നമ്മളത് RDCP എന്ന് വെച്ചാൽ കൺട്രോൾ പ്രോഗ്രാം. നമ്മളിങ്ങനെ കുറച്ച് നാളെ കൺട്രോളായിട്ട് പോയിട്ട് കാര്യമില്ല. സോ WHO ഈസ് ഇറാഡിക്കേഷൻ, ദാറ്റ് ഈസ് എ നാഷണൽ TB ഇറാഡിക്കേഷൻ പ്രോഗ്രാം. NDEP ആണ്. 2035 ലോകത്തിൽ നിന്ന് തന്നെ ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് WHO. നമ്മൾ ഇന്ത്യയിൽ അതിന് മുമ്പായിട്ട് വേണമെന്നാണ് നമ്മുടെ മോഡിജി പറയുന്നത്. അതിനെപ്പറ്റി നമ്മളതിനെ കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് നീങ്ങുന്നുണ്ട്. ഈ WHO TBയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ടോപ്പ് ലീഡേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുമ്മാതെ ഒരു പേപ്പറോ നമ്മളൊരു ഒരിക്കലും പേപ്പർ എഴുതി നമ്മൾ ഇത് കാണിച്ചുകൊണ്ട് ദേ വാണ്ട് ടു സീ. അതാണ് ഞാൻ പഠിച്ചത്. നമ്മൾ പലരും നമ്മൾ സൂപ്പർവിഷന് പോകുന്ന ഫീൽഡ് നമ്മുടെ ഓഫീസിൽ പോയി നമ്മുടെ ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ട് നല്ല ഇത്ര % ഉണ്ടല്ലോ, ഞങ്ങൾ 30% 90% ആക്കി.
ഞങ്ങൾ ക്യൂർ റേറ്റ് 30% ആയിരുന്നു ഞങ്ങളുടെ, അത് 90% ആക്കി ഞങ്ങൾ 90%. അത് നമ്മൾ പേപ്പേഴ്സ് കാണിക്കാം, പക്ഷെ അത് WHO നമുക്ക് ഇത് ചെയ്യാനൊക്കത്തില്ല. വി കനോട്ട് ബ്ലോക്ക് ദം. ഒരു ഫീൽഡ് വരും, അത് ഫീൽഡ് വന്നിട്ട് പേഷ്യന്റിനെ കണ്ടിട്ട് പോകുന്നു. ഫോർ എക്സാമ്പിൾ വന്ന ഒരു സാഹിബ് വന്ന് അത് അറ്റാക്ക് കൊച്ചി എന്ന് പറഞ്ഞ സാഹിബ് ഓർത്തറ വന്ന പേഷ്യന്റിനോട് ചോദിച്ചു എങ്ങനെയാ. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ പിന്നെ പോയി കഴിക്കുവാന്ന്, മെഡിസിൻ പോയി കഴിക്കുവാന്ന്. പുള്ളിക്ക് സംശയം ഇത്ര ഡിസ്റ്റൻസ് മലയാളം പുള്ളി മനസ്സിലാക്കും, ഒരു രക്ഷയില്ല. പുള്ളി പോയി മലയാളത്തിൽ ഞങ്ങളുടെ സ്റ്റാഫ് തന്നെ, ഞാൻ അതാ പുള്ളിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോഴും ഇവിടെ വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയാൻ ആക്ഷനില്ല. നമ്മുടെ സ്റ്റാഫ് ഇംഗ്ലീഷ് അറിയാം. നോർത്ത് ഇന്ത്യയിൽ പോയാൽ ഞങ്ങൾക്ക് ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ, ഇംഗ്ലീഷും പറയാൻ അറിയത്തുള്ളൂ. പക്ഷെ നമ്മുടെ സ്റ്റാഫ് ഇംഗ്ലീഷ് സംസാരിക്കും, പേഷ്യൻസും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പേഷ്യന്റിനോട് പുള്ളി ചോദിച്ചു എങ്ങനെയാ പോകുന്നത് ചോദിച്ചു. പുള്ളി ആ പേഷ്യന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പിന്നെ വീടിന്റെ പുറകിലോട്ട് പോയി ഒരു സൈക്കിൾ കാണിച്ചു കൊടുത്തു, ഇത് ചവിട്ടിയാ കൊണ്ടുപോയി. അവിടെ തീർന്നു. പുള്ളി വാസ് കൺവിൻസ്ഡ്. മനസ്സിലായില്ല, പുള്ളി ചോദിച്ചേ ഇല്ല, പുള്ളി വീണ്ടും പോകുന്നില്ല. പുള്ളി നമ്മൾ സത്യസന്ധമായിട്ട് നിൽക്കണം. നമുക്ക് ദാറ്റ് ഇസ് വൈ നമ്മൾ പത്തനംതിട്ട മോഡലാകാനും നമ്മുടെ സ്റ്റഡീസൊക്കെ അവർ WHO അക്സെപ്റ്റ് ചെയ്യാനും അത് കറക്റ്റാന്ന് നമുക്കറിയാം. നമ്മൾ ബ്ലഫ് ചെയ്യാൻ പാടില്ല. നമ്മളെല്ലാം പ്രശ്നമാണ്, പൈസ കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റെക്കോർഡിക്കലെല്ലാം കറക്റ്റാണ്. ഫീൽഡിൽ ഇപ്പം ഒറ്റ പ്രശ്നം കൊണ്ടാകും WHO ബുദ്ധിമില്ല. അവർക്ക് എന്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്, എത്ര രാജ്യങ്ങളിലാണ് ഇത് പോയിട്ടുള്ളത്, ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് പോയിട്ടുള്ളത്. അവർക്ക് ദേ കാൻ അണ്ടർസ്റ്റാൻഡ്. 1-2 ക്വസ്റ്റ്യൻ കൊണ്ട് അവർ മനസ്സിലാക്കും എന്ത് നടക്കുന്നുണ്ടോ ഇല്ലയോ. അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. അത് നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അവർ പറയുന്നതെല്ലാം ചെയ്യണമെന്നില്ല നമ്മൾ, പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവരെ കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ചിലർ വന്ന് ചോദിക്കും, ഞങ്ങൾ മാപ്പ് കാണിക്കും, മാഡം എവിടെ പോകണ്ടേ, വിച്ച് പ്ലേസ് യു വാണ്ട് ഗോ. അപ്പോൾ അവർ പറയുന്നത് യു സെലക്ട്. ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ഏരിയയിലേ ഞങ്ങളെ കൊണ്ടുപോകത്തുള്ളൂ, ഒന്നും നടക്കാത്ത ഏരിയയിലേ കൊണ്ടുപോകത്തുള്ളൂ. അത് യു ഷുഡ് നോ ഞങ്ങൾ എങ്ങനെ പോകുന്നു. ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ദേ ഷുഡ് നോ. നമുക്ക് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. നമ്മൾ അതുപോലെ അറിയാമല്ലോ, നമ്മൾ അവരെ സാധാരണ കൊണ്ടുപോകുന്ന ഏറ്റവും നല്ലൊരു സെൻറ്ററിൽ അങ്ങോട്ട് കൊണ്ടുപോകും. ആദ്യം യാത്ര ചെയ്യണ്ട, അപ്പോൾ അവിടെ എല്ലാം നടക്കുന്നുണ്ട്. അതല്ല അവർ കാണേണ്ടത്. നമ്മളുടെ ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഈ ഡിഫിക്കൽട്ടി ഫേസ് നമ്മൾ എങ്ങനെ സ്ട്രഗിൾ കാണിച്ചു കൊടുക്കണം, എന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. അതവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ ഒത്തിരി ഡിഫോൾട്ട് കാണും, പിന്നെ പേപ്പർ വാക്കിൽ ഒത്തിരി ഡിഫോൾട്ട് കാണും, പേഷ്യൻസ് മെഡിസിൻ പിന്നെ കഴിക്കാത്ത പേഷ്യൻസ് കാണും. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്തുകൊണ്ട് അവർ ഈ പ്രശ്നം ഉണ്ടാകുന്നു. ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കുഴപ്പമുണ്ട്, ആദ്യം പോസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ചെല്ലുന്നില്ല. 1 തിങ്. 2nd തിങ്, പേഷ്യൻസ് ഡിഫിക്കൽട്ടി ഉണ്ട്, അവർക്ക് സാമ്പത്തിക വൈഷമ്യം ഉണ്ടാവും, വന്ന് കഴിക്കാൻ പ്രയാസമുണ്ട് അവർക്ക്. സോ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാം. നമ്മൾ എന്തിനാണ് കള്ളത്തരം കാണിക്കുന്നത്? അത് ഞാൻ എൻ്റെ സ്റ്റാഫിനോട് വ്യക്തമായിട്ട് പറഞ്ഞു, ഒരിക്കലും കള്ളത്തരം കാണിക്കരുത്. നിങ്ങൾ ജോലി ചെയ്യുകയോ ചെയ്ത കാര്യങ്ങളെ പറയാം, ചെയ്യാത്ത കാര്യം നമ്മളൊന്നും പറയണ്ട. നമ്മൾ മിടുക്കനാകാൻ വേണ്ടി ഈ കള്ളത്തരം പറഞ്ഞാൽ ഒരു ഭാഷ കള്ളത്തരം നമുക്കൊക്കെ വലിയ ബുദ്ധിയുള്ളവരാ. നമ്മളെന്താ കള്ളത്തരം പറയുന്നത്? എല്ലാവരും പണി ചെയ്യുന്നുണ്ടല്ലോ ഇല്ലേ? നമ്മളെല്ലാവരും പണി ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിഫക്റ്റ് ഉണ്ടാ കാണിച്ചത് നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ റെക്ടിഫൈ ചെയ്യും. ദാറ്റ്സ് ഓൾ. അതേ ഉള്ളൂ. അതാണ് ഈ നാഷണൽ ലെവലിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആവാനുള്ളൊരു പ്രധാന കാരണം. WHO അങ്ങനെ ഓർഡർ ചെയ്യാനുള്ള കാരണവും ഇത് തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. സാധാരണക്കാർക്കിടയിൽ വർക്ക് ചെയ്ത് സാധാരണക്കാർക്കിടയിൽ ഇതൊരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത് അല്ലേ, അതൊരു സക്സസ് ആയി കാണിച്ചു കൊടുത്ത അത് വലിയ ഇപ്പോഴും ഉണ്ട്. ഇപ്പം അന്ന് ഒരു രോഗി ഒരു ദിവസം 7 ഗുളിക കഴിക്കണം. അപ്പൊ നമ്മൾ കൊടുത്തു വിടാൻ വെക്കാതെ പേഷ്യന്റ് മുടക്കും. അതുകൊണ്ട് പേഷ്യന്റിനെ മുന്നിലിരുത്തി അവരെ 7 ഗുളികയും വിഴുങ്ങിയിട്ടില്ലേ വിടത്തുള്ളൂ. ജോലിയൊന്നും തൊഴിലൊന്നും എടുക്കാൻ പറ്റില്ല. ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഒരിക്കലും 2 മാസത്തേക്ക് ഞങ്ങൾ അല്പം ഈ കഫത്തിൽ അണുക്കളുള്ള സമയത്ത് നമ്മൾ കൂടുതൽ കോണ്ടാക്ടിന് നമ്മൾ സമ്മതിക്കത്തില്ല. പിന്നെ നമുക്ക് എല്ലാ ജോലിയും ചെയ്യും. പിന്നെ സെപ്പറേറ്റ് ഉന്മേഷമൊക്കെ ഉണ്ടാവും. ഡെഫിനറ്റ്ലി 2 മാസം കൊണ്ട് മിനിമം 5 കിലോ കൂടും. നിങ്ങൾ കണ്ടതാ, ഒരു 2 മാസം ഗുളിക കഴിച്ചാൽ 5 കിലോ കൂടും. പിന്നെയാണ് പ്രശ്നം വരുന്നത്, പേഷ്യന്റ് മുടക്കും. അത് സുഖമായ ലക്ഷണമാണ്, പഴയ പോലെ ആയത്. അപ്പം ആ സമയത്ത് നമ്മൾ ഇവരെ പിടിക്കണം, മുടക്കിയാലും പോയി കണ്ട് തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ എൻ്റെ സ്റ്റാഫ്, അവിടുത്തെ സ്റ്റാഫിൻ്റെ സ്വാർത്ഥ സേവനം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. അത് എങ്ങനെ ആയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഔട്ട്കം ഉണ്ടായിരിക്കുന്നത് പ്രശ്നം. വളരെ നിരാശയിൽ വന്ന ഒരു പേഷ്യൻ്റ് അവന് കഴിയുമ്പോഴത്തേക്ക് 7-8 കിലോ കൂടി ഒരു പഴയ പോലെ ആയി പോകുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ചില പേഷ്യൻ്റ് വന്ന് ഒന്നും പറയാതെ ഒന്ന് കരഞ്ഞിട്ട് പോകും. പിന്നെ സുഖമായ പേഷ്യൻ്റ് പേഷ്യൻറ്റിനെ കൊണ്ട് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് മോട്ടിവേഷൻ.
സുഖമായ പേഷ്യൻ്റ് നിശ്ചയമായിട്ട് അവൻ്റെ അയൽവക്കത്തുള്ള പേഷ്യൻറ്റിനെ കൊണ്ടുവരും. അവനെ പോലെ മറ്റൊരാകലെന്ന് അവന് ആഗ്രഹമുണ്ട്. ഈ ചുമയുള്ള പേഷ്യൻ്റ് അവൻ പറയും നീടെ അവിടെ പോകും, ഞാൻ വേണേൽ കൂടെ വരാം. അങ്ങനെ പേഷ്യൻ്റ് ദാറ്റ് ഇസ് കോൾഡ് പേഷ്യൻ്റ്. ഏറ്റവും നല്ല ഈ പബ്ലിസിറ്റിമായ പേഷ്യൻ്റാണ് സുഖമായ പേഷ്യൻ്റ്. ഇപ്പോൾ ഓർമ്മ വരുന്ന ഞാൻ പറഞ്ഞ കൊളനിലെ തന്നെ ഒരു ആദിവാസി, അദ്ദേഹം ഇങ്ങനെ രാവിലെ അവിടുന്ന് ബസ് കയറി കോഴഞ്ചേരി വരും. അപ്പോൾ ഞാൻ അവർക്ക് മെഡിസിനൊക്കെ കൊടുത്തു വിടും. ഒന്ന് TB ഒന്നുമില്ല, TB അത് സുഖമായ പേഷ്യൻ്റാണ്. TB അല്ലാതെ തന്നെ പുള്ളിക്ക് ചുമയും പനിയായിട്ട് വരുന്നതാണ് പുള്ളി. രാമൻ എന്നാണ് പുള്ളിയുടെ പേര്. ഒരു ദിവസം പുള്ളി വളരെ വിഷമത്തിൽ പറഞ്ഞു, അന്ന് ഡോക്ടർ എന്നല്ല വിളിക്കുന്നത്, ഏമാനെ എന്നാണ് വിളിക്കുന്നത്. ഏമാ ഞങ്ങളോട് ഇത്ര നാളായിട്ട് മുഖം വെച്ചത് വാക്ക് പറഞ്ഞിട്ടില്ല, അവിടെ എഴുതാനിരിക്കുന്ന ആ സാറ് വളരെ മോശമായിട്ട് പെരുമാറുന്നു. അതെന്നെ ഒത്തിരി ഹാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇതിങ്ങനെയും ചെയ്യല്ലേ, മോശമാണ്, വയ്യാങ്കിൽ ഞാൻ തന്നെ എഴുതിക്കോളാം. നമ്മൾ ഗതിയില്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ വരുന്നത്, അടിച്ചുപുഴക്കുള്ളിൽ നിന്ന്. തിരിച്ച് ഞാൻ പിന്നെ എടുത്ത് നോക്കിയപ്പോൾ പുള്ളിക്ക് നീ വന്നു, അടുത്ത ബസ് ഇവിടെ കയറണം. ഞാൻ പോയി തിരിച്ചു പോകാൻ ചോദിക്കുന്നത് പൈസ ഉണ്ടോ ചോദിക്കുകൊണ്ടുണ്ട്. നീ വരെ പോകാൻ പൈസ ഉണ്ട്. പിന്നെ ഞാൻ നടന്നു പോകുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഒരു നമ്മളെ ഹർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഉള്ള ഞാൻ ചിന്തിക്കും, ആ ആളിന് ഞാൻ ഒന്ന് ചായയൊക്കെ മേടിച്ചു കൊടുത്തു. പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് പിന്നെ പോയി. പുള്ളി പേഷ്യൻ്റെയും കൊണ്ടൊക്കെ വരുമായിരുന്നു. എൻ്റെ സ്റ്റാഫ് പറയുമായിരുന്നു, പിന്നെ ഈ പുള്ളിയെ കാണുമ്പോൾ പറയായിരുന്നു, കുര്യൻ സാർ എൻ്റെ കൂട്ടുകാരൻ വരുന്നു. അപ്പം അതെനിക്ക് അഭിമാനമായി തോന്നിയിട്ടുണ്ട്. പക്ഷെങ്കിൽ പുള്ളി വരുന്നോണ്ടേ ഞാൻ ഇല്ലെങ്കിലും പുള്ളിക്ക് ഈ സെയിം ഓണർ കിട്ടിയെന്നുള്ളതാണ്. എൻ്റെ സ്റ്റാഫ് പുള്ളിക്ക് അതുപോലെ പുള്ളിക്ക് മെഡിസിനും കൊടുക്കുമായിരുന്നു, പുള്ളിക്ക് വേണമെങ്കിൽ ചായ മേടിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ സ്റ്റാഫ്. ഡോക്ടർ, ഈ പേഷ്യൻസിന് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ് കൊടുക്കുമായിരുന്നു? ആ കൺസെപ്റ്റ് മാറ്റുക നമ്മൾ ചെയ്തത്. അങ്ങനെ ഒരു സ്പെഷ്യൽ ഫുഡ് ഇല്ല TB. മുട്ട കൊടുക്കണമെന്നും ചിക്കൻ കൊടുക്കണമെന്നും ഒന്നുമില്ല. നോർമൽ ഡയറ്റ്. നമ്മൾ എന്ത് ആഹാരം കഴിക്കുന്നു അത് സമീകൃത ആഹാരം കഴിക്കണമെന്നേ ഉള്ളൂ. മീൻ കഴിച്ചാൽ മതിയല്ലോ. ഏറ്റവും നല്ല സമീകൃത ആഹാരം കപ്പയും മീനും അല്ലേ. പിന്നെ മത്തിയും കപ്പയാണ് ഏറ്റവും നല്ല. എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. അല്ല നമുക്ക് ഈ മട്ടൻ കഴിക്കണമെന്നോ മുട്ട കഴിക്കണമെന്നോ ഇല്ല. വെജിറ്റേറിയൻസ് നല്ല ഫുഡില്ലേ? വെജിറ്റേറിയൻസ് അല്ലേ ഏറ്റവും നല്ല ഫുഡുള്ളത്. മത്തി കഴിക്കാതെ പിന്നെ ഇലക്കറികളുണ്ട്, അതുപോലെ പയർവർഗ്ഗങ്ങളുണ്ട്, നെയ്യും എണ്ണയൊക്കെ കഴിക്കുമല്ലേ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. മൊസൈക്ക് ഇന്ത്യയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പുതിയ എപ്പിസോഡുമായി താമസിയാതെ വീണ്ടും തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുറ്റൂർ സൈനിങ് ഓഫ് ഫ്രം Mosaic India. Thank you. Macniloquent. Optimistic. Zestful. Awesome. Inspirational and courageous. Let's explore together.